ആ സ്റ്റുഡിയോൻ്റെ ആ ഇരുട്ടത്തിരുന്ന് ഇത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ആ പ്രത്യേക താളവും ഇതെല്ലാം കൂടി ഈ ദേവി ഇങ്ങനെ അടിവെച്ചതായിട്ട് വരണതായിട്ട് മനസ്സിലാണ് കാണുക. ഒരു ഭയങ്കര അനുഭവമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബിജു ഇത് വേറൊരു തലത്തിലേക്ക് എത്തൂട്ടോ ഈ പാട്ട്, ദേവി ഇങ്ങനെ അടിവെച്ച് നൃത്തം ചെയ്ത് വരണ ഒരു എഫക്റ്റ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഈ ഈ പുര ഏതായാലും 130 വർഷമായിട്ടുള്ള പുര ഈ പ്രദേശങ്ങളിലെ പഴയ മനകളിൽ പൊക്കം കുറവായിരിക്കും, ഹൈറ്റേ നമ്മൾ കയ്യും എത്തിച്ചു കഴിഞ്ഞാൽ ഈ മച്ചുമയൊക്കെ മുട്ടും. അങ്ങനെയുള്ള ഇല്ലങ്ങളാണ് ഈ പ്രദേശങ്ങളിൽ അധികമുള്ളത്. ഈ പുര നല്ല ഹൈറ്റ് ഉണ്ട്, ഒരു 10 അടിയൊക്കെ പൊക്കമുണ്ട്, ഈ മച്ചിനൊക്കെ വരുന്നുണ്ട്. അത് ഇത്രയും വൃത്തിയായിട്ട് പണിതേക്കണ മന വേറെ ഇല്ല. ഞങ്ങളുടെ അടുത്ത നായത്തോട്ടിലൊരു കോശാപ്പള്ളി മനയുണ്ട്. അവിടുത്തെ എൻ്റെ അച്ഛൻ്റെ ഒക്കെ ഒപ്പമുള്ള പരമേശ്വരൻ നമ്പൂതിരി അദ്ദേഹം പറയും, എടോ ഈ ഇല്ലം പൊളിച്ച് കളയരുത് കേട്ടോ, ഇത് സൂക്ഷിക്കണം, ഇതേപോലെ ഒരു ഇല്ലം ഈ ഭാഗത്തൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളൊക്കെ ഒരു 10-25 കൊല്ലം മുമ്പ് പറഞ്ഞത് അതൊക്കെ ഉള്ളിലിപ്പോഴുണ്ട്. അത് കാരണം ഇവിടെ പണ്ട് ധാരാളം അംഗങ്ങളുണ്ടായിരുന്നു, എല്ലാ കൂട്ടുകുടുംബമായിരുന്നല്ലോ. ഇപ്പം അതൊക്കെ മാറി ഞങ്ങളുടെ ഒരു വലിയേട്ടൻ ഉണ്ടായിരുന്നു, അദ്ദേഹം തൃപ്പൂണിത്തുറയിൽ പോയി അവിടെ അവിടുത്തെ റിഫൈനറി സ്കൂൾ അധ്യാപകനായിരുന്നു. അവിടെ സ്ഥലം മേടിച്ച് അവിടെയായി. ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ വിറ്റിട്ട് പാടൊക്കെ ആയിരുന്നു, അതൊക്കെ വിറ്റിട്ട് ആണ് അദ്ദേഹമായ പൈസ കൊണ്ടൊക്കെയാണ് അവിടെ സ്ഥലം മേടിച്ച് അവിടെ താമസാക്കിയത്. അവരുടെ കുട്ടികൾ തൃപ്പൂണിത്തുറ ആ സ്ഥലം കൊടുത്തെങ്കിലും തൃപ്പൂണിത്തുറ ഫ്രണ്ടിൽ തന്നെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. പിന്നെ തൃശ്ശൂർ ഒരാൾ താമസിക്കുന്നു. പിന്നെ തൃപ്പൂണിത്തുറയുള്ള ഫ്ലാറ്റ് മേടിച്ച ആൾ ഇപ്പോൾ ഒറ്റപ്പാലത്ത് അവിടെ ഒരു സ്ഥലമൊക്കെ മേടിച്ച് അവിടെ താമസിക്കുന്ന ആൾ ഗൾഫിലൊക്കെ പോയിട്ട്. പിന്നെ എൻ്റെ ഏട്ടൻ ഈ അമ്പലക്കുളങ്ങര അമ്പലത്തിൻ്റെ അടുത്തുണ്ട്, വാസുദേവൻ എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം അവിടെ താമസിക്കുകയായി. പിന്നെ ഈ നാലുകെട്ട് അച്ഛൻ്റെ അമ്മയുടെ ശേഷം മധു എന്ന് പറഞ്ഞ അനിയനുണ്ടായിരുന്നു, നാടകത്തിൻ്റെ കഥ പറഞ്ഞില്ല അദ്ദേഹത്തിനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അകാല മരണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഒരു ഔട്ട് ഹൗസ് ഉണ്ടായിരുന്നു, അത് പൊളിച്ചിട്ട് അപ്പുറത്തേക്ക് മാറ്റി ഒരു 2 നിലയൊക്കെ ആയിട്ട് പണിതു. പണ്ട് ഒരു നില ഉണ്ടായിരുന്നുള്ളൂ ഈ ഔട്ട് ഹൗസ്. അതിൽ അങ്ങനെ ഒരു കുടുംബമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു സംവിധാനം. നടുക്ക് ഒരു 3 മുറി, ഒരെണ്ണം ഒന്ന് അറയായിരിക്കും, അതിൻ്റെ 2 മുറിയും ചുറ്റും വരാന്തയായിട്ടുള്ള സംവിധാനം. നടുക്ക് 3 മുറിയും ചുറ്റും വരാന്തയും അങ്ങനെയായിട്ടുള്ള സംവിധാനം. അതിൽ താമസിക്കാനൊന്നും പറ്റിയൊരു വീടായിട്ട്. എന്നിട്ട് അത് പൊളിച്ചിട്ട് അതേ അളവിൽ തന്നെ 2 നിലയായിട്ട് പണിതു. ആ മരങ്ങളൊക്കെ ഇവിടുന്ന് അഴിച്ച് അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്തു. അതേപോലെ അങ്ങനെ രൂപപ്പെടുത്തിയെടുത്താണ് ആ ഔട്ട് ഹൗസ്. അതൊരു 2000-ൽ അതിൻ്റെ പണി കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് 2005-ലാണ് ഈ അനിയൻ മരിച്ചത്. അതിനുശേഷം ഇവിടെ ഒരു 5 വർഷത്തോളം ഇവിടെ ആരും ഉണ്ടായില്ല. ഏട്ടൻ്റെ അടുത്താണ് അച്ഛൻ താമസിച്ചിരുന്നത്, അച്ഛനും അമ്മയൊക്കെ. അതിനുശേഷം ഞങ്ങളുടെയൊക്കെ ഒരു ഏട്ടൻ ഉണ്ടായിരുന്നു, പാലയിലി നാരായണൻ നമ്പൂതിരി. അദ്ദേഹം മാരേജ് ചെയ്തിട്ടില്ല, അദ്ദേഹമാണ് ഈ മനെ സംരക്ഷിച്ചിരുന്നത് ശരിക്കും. അദ്ദേഹം കോളേജിൽ ജോലിയായിരുന്നു. ഈ എടനാട് അമ്പലം ഇല്ലത്തിൻ്റെ ഊരാഴ്മയിൽപ്പെട്ട ക്ഷേത്രമാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ ചുമതല മുഴുവൻ നമുക്കായിരുന്നു. അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ ഇങ്ങനെ അതൊരു അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ നടത്തിയത് അദ്ദേഹത്തിൻ്റെ കാലത്താണ് അതൊക്കെ ഭംഗിയായിട്ട് കൊണ്ടു നടന്നതെങ്കിലും ഇനി ഭാവിയിൽ അതൊരു ബുദ്ധിമുട്ടാണെന്ന് വെച്ചിട്ട് ഇപ്പോൾ അവിടെ ജനകീയ കമ്മിറ്റിയൊക്കെ വെച്ച് അവരെ ഏൽപ്പിച്ചേക്കാണ് തൽക്കാല ഭരണത്തിന് വേണ്ടി. അത് ഭംഗിയായിട്ട് കൊണ്ടു നടത്തുന്നത് നമ്മുടെ സഹകരണത്തോടുകൂടി. നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കും, നമ്മൾ പറഞ്ഞു കൊടുക്കും, അങ്ങനെ ഭംഗിയായിട്ട് അത് പോകും. അതുപോലെ ഈ അമ്പലക്കുളങ്ങര എന്ന് പറയുന്ന ക്ഷേത്രമുണ്ട്, അവിടെ ഞങ്ങൾ ആരെങ്കിലും പോയിട്ട് പൂജ ചെയ്യണം. എടാട്ടമ്പലത്തിൽ ഞങ്ങൾക്ക് നേരിട്ട് പൂജ ചെയ്യാൻ പാടില്ല, നമ്മൾ ഊരാഴ്മ ഗ്രഹ ഇത് കാരണം. അമ്പലക്കുളങ്ങര അങ്ങനെയല്ല, നമുക്ക് ഈ കുടുംബത്തിൽ കുറേ തേവാരം മൂർത്തികളൊക്കെ ഉണ്ട്, ദേവന്മാരുണ്ട്, അതുപോലത്തെ തന്നെയുള്ളൂ അമ്പലക്കുളങ്ങര. അപ്പോൾ ഞങ്ങൾ പണ്ട് ഇവിടെ വെച്ചിട്ടാണ് ഈ സാധനം പായസമൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് നേരിക്ക് പൂജ ചെയ്യാറ്.
പിന്നീട് അത് അവിടെ ഒരു ജനകീയം പറ്റിയ നല്ലൊരു സ്ഥിരമായിട്ടുള്ള സംവിധാനം വന്നപ്പോൾ അവിടെ അമ്പലത്തിൽ വയ്ക്കാനുള്ള സംവിധാനം, അമ്പലത്തിൽ ഭയങ്കര മാറ്റം വന്നു. നാട്ടുകാരുടെയൊക്കെ സഹകരണത്തോടുകൂടി ഭംഗിയായിട്ട് നടന്നു പോകണം. അപ്പോൾ ഏട്ടനാണ് ഈ നാരായണൻ നമ്പൂതിരി എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇതൊക്കെ നല്ലൊരു സംവിധാനം ചെയ്തത്. അദ്ദേഹം ഈ കോളേജ് വിദ്യാഭ്യാസവും ഡബിൾ MA ആയിരുന്നു, മലയാളവും സംസ്കൃതവും MA പാസ്സായ ആളാണ്. പിന്നീട് അദ്ദേഹം ഒരു 78 മുതൽ ഭാഗവത സപ്താഹ രംഗത്തേക്ക് വെൺമണി കൃഷ്ണൻ നമ്പൂതിരി പാടിനൊപ്പം അദ്ദേഹം ഭാഗവത സപ്താഹ രംഗത്ത് കുറേ കാലം പ്രവർത്തിച്ചു. ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വേദമൊക്കെ പഠിച്ചാൽ സംസ്കൃതമൊക്കെ നല്ല കടുകട്ടിയ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയിൽ തന്നെ ഭാഗവത പാരായണമൊക്കെ തുടങ്ങി. ഒരു അദ്ദേഹം 96 അദ്ദേഹം റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്തതിന് ഫുൾ ടൈം ഭാഗവതത്തിലായി. റിട്ടയർ ചെയ്യുന്നതിന് മുമ്പേ UC കോളേജിലെ അധ്യാപകനായിരുന്നു. പക്ഷെ അദ്ദേഹം കോളേജ് തുടങ്ങി പിന്നത്തെ ദിവസം മുതൽ സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ വെച്ച് തുടങ്ങി. പോഷൻ തീർത്തിരുന്നു. പ്രോഗ്രാമിന് പോകണം, ഇടയ്ക്ക് ഒരാഴ്ച നീണ്ടു നിൽക്കണമാണ് ഈ സപ്താഹം എന്നൊക്കെ പറഞ്ഞത്. ഒരാഴ്ച ബോംബെയിലും കേരളത്തിൻ്റെ പുറത്തും അകത്തും ഒക്കെ ആയിട്ട് ധാരാളം സ്ഥലങ്ങൾ അദ്ദേഹം പോയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ക്ലാസ്സൊക്കെ കൃത്യമായിട്ട് ചെയ്തു തീർത്തിരുന്നു. അപ്പോൾ അദ്ദേഹം UC കോളേജിൽ യൂണിയൻ ക്രിസ്ത്യൻ കോളേജാണെങ്കിലും അവർക്ക് ഇദ്ദേഹത്തിന് ബഹുമാനമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു 96 റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്തതിന് ശേഷം ഒരു 2000 ഒരു ബൈപ്പാസ് സർജറി ഉണ്ടായി. ഈ ബൈപ്പാസ് സർജറിക്ക് ശേഷം അദ്ദേഹം പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ബൈപ്പാസ് സർജറി അന്നത്തെ കാലത്ത് ഒരു 6 മാസം ഫ്രീ ആയിട്ടിരിക്കണം, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു പ്രോഗ്രാമൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഇരുന്ന് എഴുത്തു തുടങ്ങി. ഭാഗവതം എന്ന് പറഞ്ഞ 300 ചില്ലാനം അധ്യായങ്ങളുള്ള ഭാഗവതം ഒരു അധ്യായം ഒരു ശ്ലോകത്തിലായിട്ട് കുറച്ച് അതിങ്ങനെ വിവരിച്ച് അതിൻ്റെ അർത്ഥവും ഇത് തന്നെയായിട്ട് ഹ്രസ്വഭാഗവതം എന്ന് പറഞ്ഞ പുസ്തകം പുറത്തിറക്കി. അത് ഇന്ന് കേരളത്തിൽ കുറേ പേര് അത് ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം ഭാഗവതത്തിൻ്റെ ഏകാദശ സ്കന്ധം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പ്രധാനമായിട്ടുള്ള ഇതാണ്. അത് ഒരു 4 വോളിയുള്ള ബുക്കായിട്ട് ഇറക്കി. അതിനുശേഷം ദേവി നാരായണീയം എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറക്കി, ദേവി ഭാഗവതത്തിനെ അധികരിച്ചിട്ട്. ആ പുസ്തകവും ഇന്ന് ധാരാളം പേര് ഈ വായിച്ചുകൊണ്ട് നടക്കുന്ന ധാരാളം പേര് അത് ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മധുരൈക്കാരായിട്ടുള്ള അപ്പോൾ അദ്ദേഹം പിന്നെ 2008 ആണ് അദ്ദേഹം മരിച്ചു. 2009 മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ബോഡി കത്തിച്ച് കളയും, അഗ്നിക്ക് സമർപ്പിക്കുക, അങ്ങനെയാണ്. ഇപ്പോൾ ഇദ്ദേഹം ചെയ്തത് അതല്ല, മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്കാണ് കൊടുത്തു, അമൃത കോളേജിനാണ് കൊടുത്തു. അവരൊന്ന് ഇത് കൊണ്ടുപോകണ്ടേ. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ കേരളത്തിന് ധാരാളം ആളുകൾ വരുമായിരുന്നു, കേരളത്തിന് അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ ആയിട്ട്. ആ വീട്ടിൽ കിടന്നാണ് അദ്ദേഹം മരിക്കലൊക്കെ ഉണ്ടായത്. അതിനുശേഷം അതിനു മുമ്പേ ഈ ഇതിൻ്റെ റിപ്പയറിങ് കഴിഞ്ഞിരുന്നു. എന്നിട്ട് 2009 2010 ഒരു വിഷു സമയത്ത് ഞങ്ങൾ വീണ്ടും തിരിച്ചിവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടെ താമസാക്കി. അങ്ങനെ വീണ്ടും ഇവിടെ തന്നെയായി. അവിടെ ഔട്ട് ഹൗസിൽ ആരെങ്കിലും വാടകയ്ക്കൊക്കെ താമസിക്കും. നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത്, അതായത് ഒരു 2000-ന് ശേഷം ഇവിടെ എടാട അമ്പലത്തിൽ ഈ പൂരം നടക്കുമ്പോൾ 10 ദിവസം, സാധാരണ ദിവസങ്ങളിലൊക്കെ ശരിക്കും ഈ ഇടയ്ക്ക് കൂട്ടി പൂജയ്ക്കൊക്കെ അതിൻ്റെ ഒരു അകമ്പടിയോടുകൂടിയൊക്കെയാണ് പൂജ നടക്കുമ്പോൾ. അത് കുറേ കാലങ്ങൾക്ക് ശേഷം അതൊക്കെ ഒഴിവായി. ഇപ്പം അങ്ങനെ ഈ ചെണ്ടയുടെ ഇടയ്ക്കിടയൊക്കെ ശബ്ദം അമ്പലത്തിൽ വരുന്നത് ഈ ഉത്സവ സമയത്ത് മാത്രമേ ഉള്ളൂ. ഈ മീനമാസത്തിൽ ഈ ഉത്രം ആറാട്ടായിട്ട് നടക്കുന്ന ഒരു ഉത്സവം ഉണ്ട്, എടാട്ട് ഭഗവതിയുടെ. ഈ ആറാട്ടുപുഴയോടൊക്കെ അനുബന്ധിച്ചുള്ള ഒരു പൂരങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ ഈ 10 ദിവസവും ഇതിൻ്റെ വാദ്യക്കാരൊക്കെ വന്ന് അമ്പലത്തിൽ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കും. അപ്പോൾ അതിൽ ഒരു ഏലൂർ ബിജു എന്ന് പറഞ്ഞൊരാൾ, അയാൾ നല്ല ശബ്ദമാണ് അയാളുടെ. അയാൾ സംഗീതം പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ അയാൾ പാടാൻ തുടങ്ങിയപ്പോൾ നല്ല രസമായിട്ട് തോന്നി. അതിന് മുൻപായിട്ട് ഒരു 95 ആ കാലത്തൊക്കെ ആയിട്ട് എനിക്കിങ്ങനെ പാട്ട് എഴുതൽ വലിയൊരു ത്രില്ലായിരുന്നു. അപ്പോൾ ഈ പൂരക്കാലത്ത് എല്ലാവരും പാട്ടുകാരൊന്നും ആയിക്കൊള്ളുന്നില്ല. പാട്ട് പാടണം എന്നുള്ളൊരു ചടങ്ങുണ്ടെങ്കിലും അത് അത്ര ഭംഗിയായിട്ട് പാടിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ ചടങ്ങ് പോലെ നടത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ പൂരത്തിൻ്റെ ദിവസം ഒരു വേങ്ങൂർ ഹരി എന്ന് പറഞ്ഞ ഒരാൾ ഒന്ന് പാടാൻ വരും. അയാളുടെ പാട്ട് നല്ല പാട്ടാണ്. അയാൾ അന്നത്തെ ദിവസം മാത്രമേ വരുള്ളൂ. അപ്പോൾ അയാൾ അങ്ങനെ വരുമ്പോൾ അയാളെ കൊണ്ട് പാടിക്കാമെന്ന് വിചാരിച്ചിട്ട് എടനാട് ഭഗവതിയെ കാരുണ്യമൂർത്തി ദേവി എന്നുള്ളൊരു പാട്ട് ഇങ്ങനെ എഴുതിയുണ്ടാക്കി. അങ്ങനെ പൂരത്തിൻ്റെ അന്ന് അയാൾ ആ ദീപാരാധനയ്ക്ക് പഞ്ചവാദ്യമൊക്കെ ഉണ്ട്. പഞ്ചവാദ്യമൊക്കെ അയാൾ കൊട്ടി ആ ഗോപുരത്തറയിൽ ഇരുന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാനൊരു കീർത്തനം എഴുതിയിട്ടുണ്ട് ദേവിയെ പറ്റി, ഒന്ന് പാടാമോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം വായിച്ചു നോക്കി. അത് നാഥനാമക്രിയ എന്ന് പറഞ്ഞ രാഗത്തിൽ പാടാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പാടിയൊക്കെ കേൾപ്പിച്ചു. അങ്ങനെ ആ അത്താഴപൂജയ്ക്ക് നടടച്ചപ്പോൾ ഇടയ്ക്ക് ഒട്ടിയിട്ട് അദ്ദേഹം ഈ കീർത്തനം പാടി. അപ്പോൾ ആ ക്ഷേത്രത്തിൽ ക്ഷേത്ര ജീവനക്കാരായിട്ടുള്ള കളകക്കാരും അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. അവർക്ക് ഈ പാട്ട് കേട്ടു. ഓ, നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു രസമായിട്ട് തോന്നി. അത് കേട്ടപ്പോഴും എനിക്കും തൃപ്തിയായി. അങ്ങനെ ആ പാട്ട് പിന്നീട് ഈ ഇവിടെ ശ്രീമൂലകരത്തുള്ള കൂളിക്കരയിൽ വെടിയൂർമന, അവിടുത്തെ ഒരു അമ്പിളി എന്ന് പറഞ്ഞാൽ അവിടുത്തെ നേത്ര നമ്പൂതിരിപ്പാടുണ്ട്, അദ്ദേഹത്തിൻ്റെ മകളുടെ. ആ ഇല്ലത്തെ പുതിയ തലമുറയിലെ ആദ്യത്തെ വിവാഹമാണ്. അവരൊന്ന് സാമ്പത്തികമായിട്ട് നല്ല സ്ഥിതിയിലൊക്കെ ഉള്ളവരാ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് വെൺമണി ഹരിദാസേട്ടൻ്റെ കഥകളിയിലെ നല്ല മാധുര്യമുള്ള ശബ്ദമാണ്. തിരുവൈരാണിക്കുളത്ത് നമ്മുടെ ഈ പഞ്ചായത്ത് ശ്രീമൂലകരം പഞ്ചായത്തിൽ തന്നെയാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. അദ്ദേഹം കേരളത്തിലെ പ്രശസ്തനായ പാട്ടുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്കൊരു കഥകളിപ്പദ കച്ചേരി വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ സമ്മതിച്ചു. അങ്ങനെ ഈ വെൺമണി ഹരിദാസിൻ്റെ കച്ചേരിയുടെ ദിവസം അദ്ദേഹത്തിനും കൊടുത്തു ഈ പാട്ട്, ഇതൊന്ന് പാടണം കേട്ടോ എന്ന് പറഞ്ഞ ഇടയിലുള്ള സമയത്ത്. അങ്ങനെ അത് ദുർഗ എന്ന് പറഞ്ഞൊരു രാഗത്തിലാണ്, ദുർഗയാം ഭഗവതി എന്ന് പറഞ്ഞൊരു വരി ഉണ്ടായില്ലേ. അപ്പോൾ ദുർഗ എന്ന് പറഞ്ഞ രാഗത്തിൽ അദ്ദേഹം പാടിയത് അത് കേട്ടവർ പറഞ്ഞു, അത് അസലായിട്ടോ എന്ന് പറഞ്ഞു. ഹരിദാസേട്ടനും അത് ഭംഗിയായിട്ട് പാടി. നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു കുളിർമഴയായിരുന്നു. അതിനുശേഷം അപ്പോൾ അന്ന് ഈ ഓഡിയോ കാസറ്റ്, റിബൺ പോലത്തെ കാസറ്റുകളൊക്കെ ഇറങ്ങുന്ന ഒരു കാലമാണ്. നമുക്ക് ഹരിദാസേട്ടാ കുറച്ച് പാട്ടുകൾ കൊണ്ട് എഴുതി തരാം, ഒന്ന് റെക്കോർഡ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. അതൊന്നും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ ഒരു അകന്ന ബന്ധു കൂടിയാണ്. അപ്പോൾ അത് നല്ല മനസ്സുള്ള ആളാണ്. അപ്പോൾ നമ്മളെയൊക്കെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനത്തിൽ നമ്മുടെ കൂട്ടുകാരും എല്ലാവരും പി ഡി നമ്പൂതിരി, അരുൺ ദേവ് വാര്യർ, പുലിയന്നൂർ ദിലീപൻ, അതുപോലെ ആർ വി ചിത്തമ്പുരാൻ, ഇവരൊക്കെ എല്ലാവരും കൂടിയിട്ട് ഞങ്ങളെ കൂടി ഒരു അന്ന് റെക്കോർഡ് ചെയ്തു. ഇന്നത്തെ പ്രശസ്തനായിട്ടുള്ള ബിജിപാൽ, അദ്ദേഹത്തിൻ്റെ ചെറിയ സ്റ്റുഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിൽ വയലിനൊക്കെ വായിച്ചു തന്നു. അത് 8-10 പാട്ടുകൾ ഹരിദാസേട്ടൻ ഭംഗിയായിട്ട് പാടി. അങ്ങനെ അതൊരു വലിയ ഒരു നമുക്കൊരു പ്രചോദനമായി. പിന്നീടാണ് ഈ ഏലൂർ ബിജു ഉത്സവത്തിന് വരണേ. അപ്പോൾ ദിവസം ഓരോ പാട്ട് എഴുതി കൊടുക്കും. 10 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ 10 ദിവസം ഓരോ പാട്ട് എഴുതി കൊടുക്കും. അദ്ദേഹം അത് മനോഹരമായ രീതിയിൽ പാടും. അങ്ങനെ ഈ ഏലൂർ ബിജു ഇദ്ദേഹം പ്രൊഫഷൻ ഈ പാട്ടായിട്ട് മാറ്റണം, ഈ സോപാന സംഗീതം, അതൊരു സാധ്യത കിടക്കുന്നുണ്ട്. അന്ന് വിജയകുമാർ, അമ്പലപ്പുഴ വിജയകുമാർ എന്ന് പറഞ്ഞ ആളാണ് ഈ രംഗത്ത് തിളങ്ങിയിരുന്നായിരുന്നു, അറിയപ്പെട്ടിരുന്ന ആൾ. അപ്പോൾ അതുപോലെ എനിക്കും ആവണമെന്ന് ബിജുവിനൊരു മോഹം ഉണ്ടായി. എൻ്റെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഒക്കെ പറഞ്ഞിട്ട്, ബിജു ഇത് ആളുകളെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു CD ഇറങ്ങണം, CD-യിലൂടെ
ലോകത്തിന് അറിയപ്പെടുള്ളൂ. അപ്പോൾ സി ഡി ഇറക്കി കഴിഞ്ഞാൽ പാട്ടുകൾ പ്രചാരത്തിലെത്തും, ഈ ഏലൂർ ബിജു അറിയപ്പെടും. അങ്ങനെ ഒരു സി ഡി ഇറക്കാൻ തയ്യാറായപ്പോൾ എന്നോട് പറഞ്ഞു, ഗണപതിയുടെ സ്തുതി ഒരെണ്ണം എഴുതി തരുമെന്ന് പറഞ്ഞു. അപ്പം മംഗളമൂർത്തെ മോഹന ഗണപതി എന്ന് പറയും, എൻ്റെ പേരും കൂടി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ മോഹന ഗണപതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു തീർത്താണ്. അത് ഇഷ്ടമായി, അവർക്ക് വലിയ ഇഷ്ടമായി. എന്നിട്ട് അങ്ങനെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഭദ്രകാളിയുടെ പൊതുവെ സ്തുതികൾ കുറവാണ്, അപ്പോൾ ഭദ്രകാളിയെ പറ്റി ഒരെണ്ണം കൂടി എഴുതൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ അമ്പലക്കുളങ്ങര ഭഗവതിയെ കാലങ്ങളായിട്ട് ഞാൻ തന്നെയാണ് പൂജയൊക്കെ ചെയ്യണേ. ദേവി എൻ്റെ മനസ്സിലേക്കാണ്ട് എഴുതി തന്ന, എൻ്റെ മനസ്സുകൊണ്ട് എന്നെ പ്രലോഭിപ്പിച്ചിട്ട് ദേവിയാണ് എനിക്ക് ആ ശക്തി തന്നത്. അമ്പലക്കുളങ്ങര ഭഗവതിയുടെ ആ ശക്തിയിലാണ് ഞാൻ ചെമ്പട്ടെടുത്ത് കെട്ടി ചിത്രച്ചിലമ്പണിഞ്ഞു ചന്തമോടെന്നുടെ ചാരവേ വന്നിടണം എന്നുള്ള പാട്ട് അവിടെ എഴുതി കൊടുത്തു. അതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് തൃശ്ശൂർ സ്റ്റുഡിയോയിൽ പോയിട്ട് റെക്കോർഡ് ചെയ്യണം. റെക്കോർഡിങ്ങിന് 2 ദിവസമായിട്ടുണ്ടായേ. ആദ്യത്തെ ദിവസം എനിക്ക് ഓഫീസിലെ ഇന്ന് ലീവൊന്നും കിട്ടിയില്ല, അങ്ങനെ പോകാൻ പറ്റിയില്ല. പിന്നത്തെ ദിവസം ഞാൻ ഓഫൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തൃശ്ശൂർക്ക് ബിജുവിൻ്റെ ഒപ്പം ഞങ്ങൾ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തലേദിവസം ഈ ചെമ്പട്ടെടുത്ത് കിട്ടിയുള്ള പാട്ട് തലേദിവസം പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പാട്ട് റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചു തന്നു. ആ സ്റ്റുഡിയോൻ്റെ ആ ഇരുട്ടത്തിരുന്ന് ഇത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ആ പ്രത്യേക താളവും ഇതെല്ലാം കൂടി ഈ ദേവി ഇങ്ങനെ അടിവെച്ചായിട്ട് വരണതായിട്ട് മനസ്സിലാണ് കാണുക. ഒരു ഭയങ്കര അനുഭവമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബിജു ഇത് വേറൊരു തലത്തിലേക്ക് എത്തൂട്ടോ ഈ പാട്ട്, ദേവി ഇങ്ങനെ അടിവെച്ച് നൃത്തം ചെയ്ത് വരണ ഒരു എഫക്റ്റ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ കൂടെയുള്ള ഗിരീഷ്മാരാർ പറഞ്ഞു, ഈ ഗണപതിയുടെ മോഹന ഗണപതിയാണ് ഗംഭീരമായേക്കണ കേട്ടോ എന്ന് പറഞ്ഞു. അത് ആളുകളൊക്കെ ഏറ്റെടുത്ത് ധാരാളം പാടിക്കൊള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ചെമ്പട്ടെടുത്ത് കെട്ടിയുള്ളത് ബിജുവിൻ്റെ തലവര തന്നെ മാറ്റി. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ, ഒരു ദീപ എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്, ഡാൻസ് ടീച്ചറാണ്. ദീപയും പറഞ്ഞു, ബിജു എവിടെ പോയാലും ഈ ചെമ്പട്ട് എന്നുള്ള പാട്ട് പാടണം കേട്ടോ എന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര ശക്തിയായിട്ടുള്ളൊരു സംഭവമാണ് എന്ന് പറഞ്ഞു. ബിജു ഇന്നും, ബിജു ചെല്ലുമ്പോൾ ബിജു എന്നല്ല, എല്ലാവരും ഈ സോപാന സംഗീതമായിട്ട് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ചെമ്പട്ടെന്ന് പറഞ്ഞ പാട്ടറിയോ, അത് പാടണോട്ടോ എന്ന് പറയും. അറിയാത്തവരെ കൊണ്ട് എഴുതിയെടുത്ത് പാടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അത്രയ്ക്ക് സ്വീകാര്യമായി പോയി ആ ചെമ്പട്ടെടുത്ത് കിട്ടിയുള്ള പാട്ട്. ജനങ്ങളിലേക്കാണ് ഇറങ്ങി. അത് എങ്ങനെ വന്നു ഒന്നും അറിയില്ല. അത് ഈശ്വരന്മാരുടെയും ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടല്ലോ, ദൈവതകളുടെയൊക്കെ, അത് നന്നായിട്ട് കിട്ടി. ഞാൻ ഒന്നുമല്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ കുറേ ആളുകൾ, എൻ്റെ നാട്ടുകാരറിയില്ലെങ്കിലും ലോകം മുഴുവൻ ഈ ചെമ്പട്ടിനുള്ള പാട്ടറിയാം, പലർക്കും അറിയാം. പക്ഷെ ഞാൻ എഴുതിയത് പലർക്കും അറിയില്ല എന്നുള്ളത് വേറെ സത്യം. ചെമ്പട്ടുടുത്തു കെട്ടി ചിത്രച്ചിലമ്പണിഞ്ഞു ചന്തമോടെന്നുടയ ചാരവേ വന്നിടേണം ചഞ്ചല മാനസത്തിൽ ചിന്തകൾ വളർത്താതെ ചിത്തേ നീ വന്നണയൂ ചന്ദ്രസമാനമുഖേ. ഞാൻ എൻ്റെ അവസാനത്തെ ചേർന്നുണ്ട്. പതിയെ നീ ഉറഞ്ഞാടി പൊരിൻ്റെ ഭാവമാർന്നു പള്ളി വാൾക്കരത്തിലും പൂമാല കഴുത്തിലും പട്ടുഞോറിഞ്ഞൊടുത്തു പാട്ടുപുരയിൽ വാഴും പാർവണവദനേ നീ പാരിടത്തിൻ്റെ മൂർത്തി.